ചിങ്ക് ചക്കിടി ചിക്കാൻ ചാഞ്ച ആ ചിങ്ക് ചക്കിടി ചിക്കാൻ ചാഞ്ച ஊட்டிப்பட்டணம் போட்டி கட்டணம் சொன்னா பாட்டா எங்க கட்டல சிங்க கட்டல சும்மா இருட்டா ரேசில் நம்ம ராசா இந்த குதிரைக்கு எதிரி லக்கி ப்ளூ பிளாக்கி அவன் அடிச்சிடும் பரிசு நிறைய லாக்கா பெரும் ஜாக்கா பிறகு இந்த பட்டணம் சொந்தமாகி போட்டி கட்டவும் டாடா ஊட்டிப்பட்டணம் போட்டி கட்டணம் சொன்னா பாட்டா எங்க கட்டல சிங்க கட்டல சும்மா இருட்டா இருட்டா இடக்கிட உலகம் கரங்கணும் அது சரி சிறந்த யோசனைத்தா நல்லதொரு பெரிய சிந்தனைதா எட்ட மட்டையா இன்னும் மனையா நல்ல குழம்பு கலம்பு நோட்டு கெட்டிகள் கூட்டி கெட்டிய போரிங் காரில் நாட்டு நெட்டிச்சு சேரி பயணம் விஷய் ஜோக்கி எங்க ஜோக்கிங் நம்ம டயர் கண்டிஷனா பாப்போம் இரு பாப்போம் இங்க பிரேக் போட்டுடுங்க சிறிய பஞ்சர் பெரிய டேஞ்சர் இது மனசில் பாயசம் மதுரம் கண்ட நுணை இறக்கி கொண்டாடிடே ஊட்டிப்பட்டணம் போட்டி கட்டணம் சொன்னா பாட்டா எங்க கட்டல சிங்க கட்டல சும்மா இருட்டா டே அதுக்குன்னு துவச்சு கட்டுவோமே கண்ட கசக்கி குத்தி வைக்க பல்லப்பட்டம் பறிக்கின்ற நமக்கு ஆமா சரிதான் அது முறைதான் இது தொடர்க கையல்லவா ஊட்டிப்பட்டணம் போட்டி கட்டலம் சொன்னா பாட்டா எங்க கட்டல சிங்க கட்டல சும்மா இருட்டா ரேசில் நம்ம ராசா இந்த குதிரைக்கு எதிரி லக்கி ப்ளூ பிளாக்கி அவன் அடிச்சிடும் பரிசு நிறைய லாக்கா பெரும் ஜாக்பாட் பிறகு இந்த பட்டணம் சொந்தமாகி போட்டி கட்டுண்டா நோட்டு கட்டிகள் கூட்டி கட்டிய போரிங் காரில் நாட்டு நெட்டிச்சு சீரி பயணம் விஷய் ஊட்டிப்பட்டணம் போட்டி கட்டணம் சொன்னா பாட்டா எங்க കെട്ടല സിംഗ കെട്ടല സുമ്മാ. അങ്ങനെ മെബൂട്ടന്റെ ഫാമിലിയുടെ ഒരു കിടിലൻ പെർഫോമൻസ് ആണ് നമ്മളിപ്പോ കണ്ടത്. അടിപൊളിയായിരുന്നു. എങ്ങനെ ഫാമിലി റൗണ്ട് ഉണ്ടെന്ന് പറഞ്ഞപ്പോ എന്തായിരുന്നു ഇവരുടെയൊക്കെ റിയാക്ഷൻ? ഫസ്റ്റ് കുറച്ച് ചമ്മലിക്കുണ്ട്, പിന്നെ പൊളിച്ചടുക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. പൊളിച്ചടിക്കല്ലേ? പിന്നെ പൊളിച്ചടിക്കും, അതിലൊരു സംശയമില്ല. അറിയാൻ മേലാത്തോണ്ട് ചോദിക്കാം, വട്ടാണല്ലേ ശരിക്കും?
നല്ല വട്ട് പിടിച്ച അതുപോലെ തന്നെ കാണിക്കുന്നുണ്ടായിരുന്നു. എവിടെന്ന് റെഫറൻസ് ഒക്കെ എടുത്തായിരുന്നു കറക്റ്റ് ആയിട്ട്? ചെറുതായി. എന്നാലും എങ്ങനെ ഉണ്ടായി ഇങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്തപ്പോ? ആദ്യമായിട്ടാണ്. എങ്ങനെ ഉണ്ടായിരുന്നു ഇങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്തപ്പോ? ഇഷ്ടമാണ്. ചെറുപ്പത്തിലൊക്കെ പ്രോഗ്രാം ഒക്കെ ചെയ്യുന്ന, ഡാൻസ് ഒക്കെ ചെയ്യാറുണ്ട്. അപ്പൊ ഇങ്ങനെ ഈ ഒരു അവസരം കിട്ടിയപ്പോ കുറെ നാളിന് ശേഷം ചെയ്യുമ്പോ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഒരു ത്രില്ലായിരുന്നു. പക്ഷെ ജഗതി ചേട്ടൻ ആ മഹാനടന്റെ പിന്നെ ഒരു റോൾ എടുക്കാന്ന് പറഞ്ഞാൽ തന്നെ ടാസ്കാണ്, ചിന്തിക്കാൻ പറ്റില്ലല്ലോ. അത് ഒരു അവസരം അങ്ങനെ കിട്ടാന്ന് പറഞ്ഞാല് മഹാഭാഗ്യാണ്. അത് ശരിയായി എന്നൊന്നും എനിക്കറിയില്ല, പക്ഷെ അങ്ങനെ ഒരു ആത്മാവൊന്നും ഉണ്ട് ആ സിനിമ കണ്ട്. എടാ നീ ആരാ, ഫോട്ടോഗ്രാഫറാ? എങ്ങനെ ഉണ്ടായി അഭിനയിച്ചിട്ട്? ഏത് മീശയൊക്കെ വന്നല്ല, ചൊറിയണുണ്ടാ? ഇല്ലേ? എത്ര നേരം എടുത്തു? എത്ര നേരം എടുത്തടാ മീശ വെക്കാൻ? കുറച്ച് സമയം. ഓക്കെ, ഇനി പെർഫോമൻസ് എങ്ങനെ ഉണ്ടായെന്ന് ചോദിക്കാം. ഓക്കെ, ഷാനിക്ക. അടിപൊളിയായിരുന്നടാ. പ്രത്യേകിച്ച് നിങ്ങളെല്ലാരും തമ്മിൽ ഭയങ്കര സിങ്ക് ആയിരുന്നു കേട്ടോ. അത് ഈവൻ അച്ഛൻ ഇതിനു മുമ്പ് ഡാൻസ് ഒക്കെ ചെയ്തിട്ടുണ്ടോ? ആദ്യമായിട്ടാണ് ആണല്ലേ ജീവിതത്തില്. പിന്നെ ഇങ്ങനെ ഒരു ഡാൻസ് കളിക്കണമെന്ന് ആലോചിച്ചിട്ട് പോലുമില്ല. പക്ഷെ ഇതിപ്പോ ഫാമിലി റൗണ്ട് ആണ്, ഫാമിലി എന്തായാലും വേണം എന്ന് പറഞ്ഞാൽ നമ്മള് കുടുംബത്തിന്റെ കൂടെ നിന്നല്ലേ പറ്റൂ അല്ലേ? അതെ. എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. ഇത് ആരാണ്? എടാ അത് പരിചയപ്പെടുത്ത ആരൊക്കെയാണെന്നൊക്കെ ഒന്ന് പറ നീ. ഇത് പപ്പ, പേര് മാർട്ടിൻ. ഇത് അനിയൻ മെൽബിൻ മാർട്ടിൻ. ഓഹോ, അനിയൻ എത്ര തവണ വീണ് പുഞ്ഞ നീ ഇവിടെ? അതെ, അനിയൻ വരെ സിംഗിൾ-ആയിരുന്നു. ആ തലക്ക് അടി കൊള്ളുമ്പോ വീഴുന്നതും എല്ലാം. നിങ്ങൾ എത്ര പ്രാവശ്യം റിഹേഴ്സ് ചെയ്തു? ഒരു 3-4 പ്രാവശ്യം ചെയ്തായിരുന്നു. ആണല്ലേ? എന്തായാലും അടിപൊളിയായിട്ട് പോയി. അത് നിങ്ങളെല്ലാവരും ഇങ്ങനെ ഈ ഫാമിലി റൗണ്ട് വരുമ്പോൾ ഈ ഇൻഹിബിഷൻസ് ഒന്നും ഇല്ലാതെ ഈ കുട്ടികളെ സപ്പോർട്ട് ചെയ്യാന്ന് പറയുന്നത് തന്നെ ഒരു ഭയങ്കര വലിയ കാര്യമാണ്. നീ നന്നായിട്ട് പാടിയടാ. ഈ കോലാഹലങ്ങളുടെ ഇടയിലൊക്കെ നിന്നോണ്ട് നീ പാടിയല്ലോ. കുറെ ഭാഗങ്ങളൊക്കെ നല്ല രസമുണ്ടായിരുന്നു. എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ നീ 100% കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതൊരു ഫാമിലി റൗണ്ട് ആണല്ലോ, അപ്പം അതിൻ്റെതായിട്ടുള്ള ഒരു ചിയർഫുൾനെസ്, ഹാപ്പിനെസ് അതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നല്ല സോങ് സെലക്ഷൻ, ഉഗ്രൻ സോങ് സെലക്ഷൻ. അതുപോലെ അച്ഛൻ അതിന്റെ ഇടയിൽ പോയിട്ട് ജീപ്പിന്റെ മിററൊക്കെ അടിച്ചു പൊട്ടിച്ചു. അത് പറ്റിപ്പോയില്ലേ? അതാരും കണ്ടില്ല എന്ന് വിചാരിക്കണ്ട, എല്ലാവരും കണ്ടു. അച്ഛൻ ഈ സിനിമയിൽ ഏതെങ്കിലും ഡയലോഗ് അറിയോ? ഇല്ല. നോക്ക്, രേവതി ചേച്ചിയുടെയോ? അയ്യോ, ഈ സിനിമയിലെ എല്ലാ ഡയലോഗ്സും കൾട്ട് ഡയലോഗ്സ് അല്ലേ? പൊരിച്ച കോഴിയുടെ മണം, കൊരങ്ങന് വേണം. ഡയലോഗ് പ്ലീസ്. കൊരങ്ങ, പൊരിച്ച കോഴിയുടെ മണം. ഇനി അച്ഛന്റെ ഭാഗം ഒന്ന് കേറി പോവണ്ടേ? അത് സത്യമല്ലേ? ആക്ച്വലി അതിനകത്ത് എല്ലാ ഡയലോഗ്സും കൾട്ട് ഡയലോഗ്സ് ആണ്. എന്താ പറയാ, തുടക്കം തൊട്ട് ഈ പറഞ്ഞ പോലെ വട്ടാണല്ലേ, അതുപോലെ അങ്കമാലിയിലെ പ്രധാനമന്ത്രി, മുജേ മാലു, അങ്ങനെ എന്ന് വേണ്ട എല്ലാം. പിന്നെ അതുപോലെ തന്നെ എല്ലാ പാട്ടുകളും. പിന്നെ വെറും കോമഡി മാത്രമല്ല, അതിന്റെ സെക്കൻഡ് ഹാഫ് എന്ന് പറയുന്നത് അത് വേറെ റൂട്ടിലേക്കാണ് പോകുന്നത്. അത് പ്രിയൻ സാർ, ഒന്നും പറയാനില്ല. പിന്നെ ഇത് പാടിയിരിക്കുന്നത് 2 പുലികൾ ചേർന്നാണ് ഇത് പാടിയത്. അത് നീ ഒറ്റക്ക് നിന്ന് ഒരു പുലിക്കുട്ടിയായിട്ട് നീ പാടി എന്നുള്ളതാണ്. ഒരു സ്ഥലത്ത് അത് താളം, അത് പാട്ടിൽ അങ്ങനെയാണോ? പാട്ടില് മറ്റേ BC മുതലേസി അല്ലേ? അതെ, അവിടെ അത് പാട്ടില് ചെറിയൊരു വലിച്ചിട്ട് SPV സാർ പാടിയതാ. ആണല്ലേ? കുറച്ച്. അപ്പൊ ആ ഒരു വലിച്ചിലുണ്ട്, ഒറിജിനലിൽ തന്നെ ഉണ്ട്. ഓക്കെ, ശരി. എനിക്ക് അത് മാത്രമേ, ബാക്കിയുള്ള സമയത്തൊക്കെ നമ്മൾ ഈ ഫുൾ ആക്ട് ഒക്കെ ഇങ്ങനെ നോക്കിയിരിക്കും. നന്നായിരുന്നു കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. പാറു, ഇഷ്ടായോ പാറു? എനിക്ക് ഭയങ്കര ഇഷ്ടായി. എന്തിന്? അത് എന്തുകൊണ്ട് ഇഷ്ടമായി എന്നുള്ളത് പറയണം. അവരത്ര അടിപൊളിയായിട്ട് ചെയ്തു. അതാണ് വിഷയം. അസാധ്യമായിരുന്നു, തകർത്തു. അത് പ്രത്യേകിച്ച് എന്താ, മെബിന്റെ അച്ഛൻ ജഗതി ചേട്ടന്റെ ഒരു വലിയ ഫാനാന്നുള്ളത് അദ്ദേഹം സംസാരിക്കുന്നതിൽ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. എന്തെങ്കിലും കുറെ സന്തോഷം. ഇത് അമ്മ കിടക്കാച്ച് കേട്ടോ. അമ്മ ഡാൻസ് ചെയ്യായിരുന്നു മുമ്പ്. അത് കാണുമ്പോ അറിയാം. വെരി ഗുഡ്, വെരി ഗുഡ്. അതിൽ ഈ നമ്മുടെ അമ്മയാണ് ആക്ച്വലി എല്ലാവരും ലീഡ് ചെയ്തത്. അത് നല്ല രസമായിട്ട് ചെയ്തു കേട്ടോ. നിങ്ങളെ ആരും ഈ ഒരു ചമ്മലോ ഒന്നും ഇല്ലാതെ
പക്കായിട്ട് അച്ഛനാണെങ്കിലും ഈ പൊടിക്കുഞ്ഞാണെങ്കിലും ഒക്കെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്തു. അതിൽ ഒരു ഡൗട്ടും ഇല്ല. നല്ല രസമായിരുന്നു ആ ഒരു ആക്ട്. നമുക്ക് ആ സിനിമ കണ്ടതുപോലെ ഇരുന്നു. എന്തൊരു പടമാണത്. അതൊക്കെ എത്ര തവണ കണ്ടെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. വീട്ടിൽ അടി കിട്ടുന്ന വിധത്തിൽ കണ്ടിട്ടുണ്ട്. കാര്യം അത് ഒരു സിനിമയിൽ എത്ര തവണ കാണുമെന്ന് വിചാരിച്ചിട്ട്. മക്കളെ നന്നായിട്ട് പാടി കേട്ടെ. എനിക്കുള്ള ഡൗട്ട് ആ കുതിരയുടെ കാര്യം നീ ഒന്ന് ശരിയാക്കി തരണം. അത്രേ ഉള്ളൂ. ഇവനെ ഒന്ന് ക്ലീൻ ആയിട്ട് പാടിക്കേ. എന്തോ ഡൗട്ട് ഉണ്ട് മക്കളെ. അത്രേ ഉള്ളൂ. അത് പിടിച്ചോണം. അതൊരു പ്രധാനമായിട്ടുള്ള ഏരിയ അല്ലേ. പിന്നെ നീ SPB സാർ എന്തോ വലിച്ചു പാടിയെന്നോ ഇഴച്ചു പാടിയെന്നോ പറഞ്ഞു. അതൊന്ന് പാടിക്കേ. അത് പൊട്ടത് ജിന്നക്ക് അത് വലിഞ്ഞിട്ടൊന്നുമില്ല മോനെ. അത് വാക്കുകൾ കൂടുതലുള്ള വലിഞ്ഞിട്ടേ ഇല്ല. താത്തി തര താത്തി തത്തീ താത്തി അതേ ഉള്ളു ലിറിക്കല്ലേ ആദ്യത്തേത്. അപ്പൊ ഇന്താരേ പൊട്ടത് ജിന്നക്ക് താത്തി. നീ ഒന്ന് ലോക്കിലൊന്ന് പാടിയിടത്. ഇപ്പൊ വന്നല്ലോ. ഇപ്പൊ കറക്റ്റ് ആയിട്ട് വന്നു. മോനാണ് വലിഞ്ഞു പോയത്. SPB സാർ വലിഞ്ഞിട്ടുണ്ട്. എനിക്ക് തോന്നുന്നില്ല SPB സാർ അങ്ങനെ വലിയത്തേ ഇല്ല. ലയത്തിന്റെ കാര്യത്തിലും ശ്രുതിയുടെ കാര്യത്തിലും ഒരു പുപ്പുലിയാണ് അദ്ദേഹം. ഒരിക്കലും അങ്ങനെ ആവത്തില്ല. ഗ്രിഡ് വിട്ട് പാടത്തതേ അല്ല അന്ന് കേട്ടോ. അത് പേഴ്സണലായിട്ട് എനിക്ക് അത്രയും അണ്ണനായിട്ട് അടുപ്പമുള്ളത് കൊണ്ടും കൂടെ പറയുന്നത്. അത്രയ്ക്ക് ഒരു നല്ല ഹ്യൂമൻ ബീയിങ് കൂടാണ്. പിന്നെ കൂടെ പാടിയേക്കുന്ന ആരാ? നമ്മുടെ അണ്ണാച്ചി. അപ്പൊ ഈ രണ്ട് പുലിയും കൂടെ മാന്തി പറിച്ചാക്കുന്ന പാട്ടായിരുന്നു. അപ്പൊ അത് രണ്ടുപേരെയും എന്താ പറയുക, നമ്മുടെ ചങ്കുകളാണ് രണ്ടുപേരും. ഇതൊക്കെ നല്ല പാട്ട് മോനെ. ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഈ കുതിരയും ഇപ്പം പാടിയത് അത് തക്കിട്ടെന്ന് പറഞ്ഞാൽ അതിനകത്ത് നിൽക്കണം. എങ്കിലല്ലേ ഗ്രിപ്പ് ഉണ്ടാകത്തുള്ളൂ. അപ്പൊ അത്രേ ഉള്ളു മക്കളെ. എന്തൊക്കെയാലും അച്ഛൻ കലക്കി, അമ്മ കക്കലക്കി, കുഞ്ഞ് കിക്കൊലിക്കൊപ്പലക്കി കലക്കി. അതെല്ലാം നന്നായിരുന്നു. ഇതിന് കൂടുതൽ എന്താ പറയുന്നത്? അയ്യോ, ആ ഫാമിലി കലക്കി. ഓൾമോസ്റ്റ് ലൈക്ക് എ പ്രൊഫഷണൽ പെർഫോമൻസ്. ഇതേതോ നിങ്ങൾ ശരിക്കും സിനിമയിൽ ആക്ട് ചെയ്യുന്ന പോലെയാണ് ചെയ്തത്. എസ്പെഷ്യലി ദ മദർ. ഓ മൈ ഗോഡ്, വാട്ട് എന്തൊരു ഡാൻസിങ് ആണ്. ഇദ്ദേഹം നല്ല രസമായിരുന്നു. സൂപ്പർ സർ, സൂപ്പർ. ആ പയ്യനും നന്നായി ചെയ്തു. കൊച്ചു പയ്യൻ, അവനൊന്നും കാണുന്നില്ല അവിടെ. മോനെ പറ്റിയാണ്. മോനാണ് ഈ വാനോളം പുകഴ്ത്തുന്ന ഈ അങ്കിള്. കലക്കി എന്ന് പറഞ്ഞ മുട്ട കലക്കിയാന്ന് വിചാരിക്കുന്നു. ഓക്കെ മെവിൻ, അതായത് ഒരു നല്ലൊരു സിംഗർ ഏത് പാട്ടും പാടണം. അപ്പൊ പാടാൻ പറ്റുമെന്ന് തെളിയിച്ച ഒരു സിംഗറാണ് മെവിൻ. യോർ ഒന്നും നോക്കണ്ട. ഇനി ഇത് മ്യൂസിക്കാണ്. മ്യൂസിക്കിൽ ജസ്റ്റ് കീപ് ഗോയിങ്, ദാറ്റ്സ് ഇറ്റ്. ഇത് നന്നായിട്ട് പാടി, ഉഗ്രനായിട്ട് പാടി. നല്ല സ്പിരിറ്റായിരുന്നു. അവർ കാണിക്കുന്നതിൻ്റെ ഒരു ആ സെയിം സ്പിരിറ്റിലാണ് മെവിനും പാടിയത്. ആ ഫീലാണ് മെയിൻ തിങ് ഈ പാട്ടിലൊക്കെ. ഏത് പാട്ടിലും അത് കറക്റ്റായിട്ട് വന്നു. ബ്യൂട്ടിഫുൾ. താങ്ക് യു സർ. ഇനി മാർക്സ് ചോദിക്കാം. ഓക്കെ ശരത് സർ. അപ്പൊ മക്കളെ, ഈ കുതിരയും മറ്റേ വലിച്ചിനെ കൂടെ ഒന്ന് മാറ്റിയിരുന്നെങ്കിൽ ഞാൻ നല്ല മാർക്ക് തന്നേനെ. ഇപ്പോഴും മോർ മാർക്കല്ല, നല്ല മാർക്ക് തന്നെ. 8.5 മാർക്ക്. നീ ഒറിജിനൽ പാട്ടിൽ അങ്ങനെ തന്നെയാണെന്ന് നീ എന്നെ പറഞ്ഞ് പറ്റിക്കാൻ ശ്രമിച്ചു അല്ലേ? വെരി ബാഡ്. ഐ വിൽ നോട്ട് ഫോർഗിവ് യു മാൻ. എന്റെ മനസ്സിലും 8.5 ആയിരുന്നു. ബട്ട് ഈ ഫാമിലി എനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഒരു 0.5 കൂടെ ഞാൻ തരുന്നു. 9. 17.5 മാർക്സ്. ശ്രീനി സാർ ഇട്ടോ? ഓക്കെ. അപ്പൊ അങ്കമാലിയിലെ അമ്മാവൻ ആരാന്ന് പറഞ്ഞ്? പ്രധാനമന്ത്രി ആണല്ലേ. അപ്പൊ ഓക്കെ, അടിപൊളി. താങ്ക് യു സോ മച്ച്.